സിഗ്നേച്ചർ ലേണിംഗ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സിഗ്നേച്ചർ ലേണിംഗ് ആപ്പിന്റെ എൻക്വയറി നമ്പറിലോട്ട് ഒത്തിരി എൻക്വയറീസ് വന്ന ചില ക്വസ്റ്റ്യൻസിന്റെ എന്താണ് ക്ലാരിഫിക്കേഷൻസ് ആയിട്ടാണ്. അതായത് നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ എക്സാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ മീഡിയം ഓഫ് എക്സാം പലരും ചോദിച്ചു വരുന്നുണ്ട്. ഏത് ലാംഗ്വേജിലാണ് എക്സാം നടക്കുക, അതുപോലെ തന്നെ എന്തൊക്കെയാണ് എക്സാമിന് പഠിക്കാനുള്ളത്, ജി കെ ഉണ്ടോ, അതുപോലെ ജി കെ ഉണ്ടോ അതോ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ടോപ്പിക് മാത്രമാണോ പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ പിന്നെന്താണ് എത്ര സമയമാണ് നമുക്ക് എക്സാം എഴുതാൻ കിട്ടുക, പിന്നെ കട്ട് ഓഫ് എത്രയായിരിക്കും, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചു വരുന്നത്. സോ അതിനെല്ലാം ഒരു ഷോർട്ട് സമ്മറി ആൻസർ ആണ് ഞാനിത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ്. ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു 10-20 ദിവസം മുമ്പ് നമ്മുടെ PSCയുടെ എക്സാം കലണ്ടർ, ഒഫീഷ്യൽ എക്സാം കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. എക്സാം കലണ്ടർ നിങ്ങൾക്ക് ഫെമിലിയർ ഉള്ള ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും. എക്സാം കലണ്ടറിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, മീഡിയം ഓഫ് എക്സാം, സിലബസ്, ഡേറ്റ് ഓഫ് എക്സാം എല്ലാം ഉണ്ടാവും. അതിനകത്ത് മീഡിയം ഓഫ് എക്സാമിന്റെ കോളത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറൊരു ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജി കെ അതുപോലെയുള്ള കാര്യങ്ങൾ എക്സാമിൽ ഉണ്ടോ എന്നുള്ളതാണ്. അബ്സല്യൂട്ട്ലി നോ. വളരെ കൃത്യമായ ഒഫീഷ്യൽ സിലബസ് വന്നിട്ടുണ്ട്. ആ ഒഫീഷ്യൽ സിലബസിന്റെ കോപ്പിയാണ് ഈ കാണുന്നത്. അപ്പോ ഇതിനകത്ത് മൊത്തം 10 മൊഡ്യൂൾ ആണുള്ളത്. 10 മൊഡ്യൂളും ഇലക്ട്രിക്കൽ റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ഇതിനകത്ത് ജി കെയോ വേറെ ഒന്നുമില്ല. ഓക്കെ, മൊത്തം 10 മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിനാണ് ചോദിക്കുക. അങ്ങനെ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓക്കെ അല്ലെ? ഇനി എത്ര സമയമാണ് എക്സാമിന് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നത് മൊത്തം 1.5 മണിക്കൂറാണ്. എന്ന് വെച്ചാൽ 90 മിനിറ്റ് ആണ് കിട്ടുക. അത്രയും സമയമേ കിട്ടത്തുള്ളൂ. അപ്പോ വളരെ കൃത്യമായ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ 90 മിനിറ്റിനുള്ളിൽ 100 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് പല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അല്പം ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ലെങ്തി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആവറേജ് 1 മിനിറ്റ് സമയം കിട്ടത്തില്ല, പ്രോബ്ലം ചെയ്യാൻ ഉൾപ്പെടെ. ഓക്കെ അല്ലെ? അതുകൊണ്ട് വളരെ കൃത്യമായ പ്രാക്ടീസും പരിശീലനവും നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുണ്ട്. കിട്ടാത്ത സാധനമൊന്നുമല്ല. നിങ്ങൾ ഒരു 2 മാസം ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇനിയുള്ള ഒരു ലിമിറ്റഡ് ടൈമിൽ എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടെന്നുള്ള സ്ട്രാറ്റജി വീഡിയോ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഈ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി ഒരു പ്ലാനിങ് വീഡിയോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഒരു 1-2 ദിവസത്തിനകത്ത് നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ, നമുക്ക് ജി കെ വേറെ ഒരു കാര്യമില്ല. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് 2 മാസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഓവർവ്യൂ നമുക്ക് നോക്കാം. ഞാൻ ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസിലോട്ടൊന്നും ഇവിടെ പോകുന്നില്ല. എന്തൊക്കെ പഠിക്കാനുള്ളത് ഓവർവ്യൂ മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നൊരു ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്, ഈ എക്സാമിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് മൊത്തം 10 മൊഡ്യൂളാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് വെച്ചാൽ ബേസിക് ഇലക്ട്രിസിറ്റി ആണ്, 10 മാർക്കിന് ചോദിക്കും. രണ്ടാമത്തെ മൊഡ്യൂൾ ഓംസ് ലോയും റിലേറ്റഡ് കാര്യങ്ങളുമാണ്. അതിൽ നിന്നും 10 മാർക്കിന് ചോദിക്കും. അതായത് റെസിസ്റ്റൻസ്, സെല്ല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും. 3 മാഗ്നറ്റിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഒരു മൊഡ്യൂൾ ഉണ്ട്. മാഗ്നറ്റ്സോ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും ഒക്കെ ചോദിക്കും. അടുത്ത ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് അടുത്ത മൊഡ്യൂള്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ DC മെഷീൻസ്, ദെൻ അത് കഴിഞ്ഞ് എന്താണ് AC മോട്ടോർ, സിംഗിൾ ഫേസ്, 3 ഫേസ് ലൈൻസ്, പിന്നെന്താണ് ഇൻസ്ട്രുമെന്റ്സും ട്രാൻസ്ഫോമറിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെന്താണ് ട്രാൻസ്ഫോമർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇലൂമിനേഷനും ബേസിക് ഇലക്ട്രോണിക്സ്. ഇലൂമിനേഷൻ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംപ്സിനെ കുറിച്ചും ഇലൂമിനേഷന്റെ ലോസിനെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സും ഉണ്ട്. ഓക്കെ, ദെൻ പവർ ജനറേഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജി സോഴ്സും പവർ ജനറേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ജനറേറ്റ് ചെയ്ത പവറിന്റെ ട്രാൻസ്മിഷനും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ സിലബസിനകത്തുള്ളത്. ഇത് സിലബസിനെ കുറിച്ച് ഒരു ധാരണ ഉള്ളവർക്ക് ഇതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും. ഒരു ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഒഫീഷ്യൽ സിലബസിന്റെ കോപ്പിയാണിത്. അപ്പോ ഒഫീഷ്യൽ സിലബസിൽ നിന്ന് നമ്മൾ മേക്ക് ചെയ്തതാണ്. അപ്പോൾ ഒഫീഷ്യൽ സിലബസ് ഇതാണ്. അപ്പോ
ഇത്രയും കാര്യങ്ങൾ വളരെ വെൽ സ്ട്രക്ചർഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു 2-2.5 മാസം മാത്രം മതി വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇനി ഇതുവരെ മടിച്ചു നിൽക്കുന്നവരും ഒരു സമയം പോലും പാഴാക്കാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക. പഠിത്തത്തിൽ ഒരു കോംപ്രമൈസും വെക്കരുത്. കാരണം ഞാൻ മുൻപും എന്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടത്തില്ല. കാരണം 15 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഈ എക്സാം വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ എക്സാം നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്, ചുമ്മാ മടി പിടിച്ചിരുന്നാൽ മതി. പക്ഷേ നിങ്ങൾ ഒരല്പം റിസ്ക് എടുത്ത് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി മേടിക്കാം. ഓക്കെ അല്ലേ? സോ ഇത്രയും സമയം കൊണ്ട് ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത്രയും 10 മൊഡ്യൂൾ. പക്ഷെ നിങ്ങൾ മനസ്സ് വയ്ക്കണം, ഓരോ ദിവസവും ഇതിനു വേണ്ടി ടൈം മാറ്റി വെക്കണം. അപ്പൊ നമുക്ക് ഈ KCB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ സിഗ്നേച്ചർ ലേണിംഗ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സെപ്റ്റംബർ 30-ാം തീയതി എക്സാം നടക്കുന്നേ. അപ്പോ സെപ്റ്റംബർ 30-ാം തീയതി എക്സാം നടക്കുന്നതുകൊണ്ട് ഒരു ഓഗസ്റ്റ് 30-ഓടെ ഒരു മാസം മുൻപ് സിലബസ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുന്ന തരത്തിൽ റെക്കോർഡഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡഡ് ക്ലാസ് ആണ്. കാരണം പല ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുന്ന തരത്തിൽ റെക്കോർഡഡ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഒരു ഓഗസ്റ്റ് 30-ഓടെ നമ്മൾ ക്ലാസ് ഫിനിഷ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ക്ലാസ് ഇപ്പൊ റൺ ചെയ്യുന്നത്. ഇപ്പൊ ഏതാണ്ട് 4-ാമത്തെ മൊഡ്യൂൾ ഫിനിഷ് ആവുകയാണ്. അപ്പോ അടുത്ത മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നമുക്കൊരു ഓഗസ്റ്റ് 30-ഓടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണ് നമുക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ആപ്പിന്റെ സിഗ്നേച്ചർ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാം. ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കാം. അതിനകത്ത് ഡെമോ ക്ലാസ് ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു കോഴ്സും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മുടെ സിഗ്നേച്ചർ ലേണിംഗ് ആപ്പിന്റെ ക്ലാസിന്റെ ഡെമോ ക്ലാസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഡെമോ ക്ലാസ് ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഈ ചാനലിൽ തന്നെ കയറി നോക്കി അതിൽ നിന്നും KCB ഇലക്ട്രിസിറ്റി വർക്കർ മസ്ദൂറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് അതുപോലെ ക്ലാസ് വീഡിയോസ് ഒക്കെ ഒത്തിരി ക്ലാസ്സസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഡെമോ ക്ലാസ് ആണ് ഈ യൂട്യൂബ് ചാനൽ ഇട്ടിരിക്കുന്നത്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. ഫീസും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ കാണാൻ പറ്റും. ആപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം കേട്ടോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആപ്പിൽ കയറുക. അപ്പോൾ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഓരോ മൊഡ്യൂളിലെയും ഓരോ അരമണിക്കൂറോളം ലെങ്ത് ഉള്ള ക്ലാസ് ആയിരിക്കും ഓരോ ക്ലാസ്സും. ഓരോ ക്ലാസ്സിനും ശേഷം നിങ്ങൾക്ക് 10 മാർക്കിന്റെ ഒരു എക്സാം നടത്തും. പിന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാവും, അതുപോലെ തന്നെ മന്ത്ലി ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്ന ഫുൾ പാക്കേജ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാം കൂടെയുള്ള ഫുൾ പാക്കേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ നിന്നും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഫീസും ഡീറ്റെയിൽസും എല്ലാം നിങ്ങളുടെ ആപ്പിലുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ ഈ സിഗ്നേച്ചർ ലേണിംഗ് ആപ്പിന്റെ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? താങ്ക് യു.